നേരം വെളുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് ഒരു പോസ്റ്റ് നിർബന്ധമാണ്. ആ പോസ്റ്റിൽ തന്നെ ഒരു 4-5 തവണ ഞമ്മക്ക് പിണറായിസം എന്ന് പറയണം. ഇങ്ങനെ ഈ പിണറായിസം എന്ന് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ സഖാക്കളുടെ കയ്യിൽ നിന്നുള്ള തെറി മുഴുവൻ നമ്മൾ ഒറ്റയ്ക്ക് കേൾക്കണം. ഇതും പോരാഞ്ഞിട്ട് ഇന്നലെ വരെ നമ്മൾ ചീത്ത വിളിച്ചേർന്ന സതീശനെ നമ്മൾ വെള്ളപൂശണം. ഇത്രയൊക്കെ ചെയ്താലാണ് UDF ഞമ്മക്ക് കയറിപ്പറ്റാൻ പറ്റൂ. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ രീതിയിലുള്ള പല ത്യാഗങ്ങളാണ് സഹിക്കണമെന്ന് നിങ്ങൾക്കറിയ പുള്ളേ. ഈ അമ്പർക്കാന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. സത്യത്തിൽ എന്തൊക്കെ രീതിയിലുള്ള പ്രഹസനങ്ങളാണ് നമ്മുടെ ഈ PV അൻവർ കാണിച്ചു കൂട്ടുന്നത്. UDF കയറി പറ്റുന്നതിന് വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റ് നിർബന്ധം. ആ പോസ്റ്റിൽ ഇടതുപക്ഷത്തിനെതിരെ, പിണറായി വിജയനെതിരെ ചില കുറച്ച് നമ്മുടെ UDFകാർക്ക് സന്തോഷം പകരുന്ന രീതിയിലുള്ള ചില വർത്തമാനങ്ങൾ പറയണം. അങ്ങനെ വർത്തമാനം പറയുന്നതിന്റെ പേരിൽ ജനങ്ങൾ ഇങ്ങേരെടുത്ത് പൊങ്കാലയിടുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടും UDF അടുപ്പിക്കുന്നില്ല എന്ന് PV അൻവറിന് മനസ്സിലായി. എന്തുകൊണ്ടാകാം UDF ഈ പറയുന്ന PV അൻവറിനെ അങ്ങ് എടുക്കാത്തത്? വളരെ വിശദമായി തന്നെ പറയാം. നിലമ്പൂരിലെ കോൺഗ്രസ്സുകാരുടെ നിലപാട് എന്താണ്? UDF നമ്മുടെ ഈ PV അൻവറിനെ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ പോയി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ വട്ടം തിരിഞ്ഞിരിക്കുകയാണ്. PV അൻവറിനെ എടുക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്ന് പറഞ്ഞ, അതുപോലെ തന്നെ കോൺഗ്രസിനെ കോൺഗ്രസ് എന്ന് വിളിച്ച, കോൺഗ്രസ് നേതാക്കളെയൊക്കെ എക്കാലത്തും കടന്നാക്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ നമ്മൾ എടുക്കേണ്ടതുണ്ടോ എന്നാണ് കോൺഗ്രസിന്റെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരും ഒക്കെ UDFനോട് ചോദിക്കുന്നത്. അവരെ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നാണവും മാനവും ഉണ്ടോ എന്ന് ജനങ്ങൾ ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും എന്ന് അവിടുത്തെ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നുണ്ട്. നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ പോലും PV അൻവറിനെ പിന്തുണയ്ക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് PV അൻവർ പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ജയിക്കാൻ കഴിയുക എന്ന ചോദ്യങ്ങൾ കൂടി രാഷ്ട്രീയ നിരീക്ഷകരും ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ PV അൻവറിന് മനസ്സിലായി നിലമ്പൂരിലെ യഥാർത്ഥ ചിത്രം, നിലമ്പൂരിലെ യഥാർത്ഥ സ്ഥിതി UDFന് മനസ്സിലായെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് PV അൻവർ ഒരു തന്ത്രപരമായിട്ടുള്ള ഉഡായിപ്പ് പയറ്റുന്നത്. PV അൻവറിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ. PV അൻവറിനെ ഇന്ന് ഈ അവസ്ഥയിലാക്കിയ മാധ്യമങ്ങൾ നമ്മുടെ ട്രീ കട്ടർ ചാനലും അതുപോലെ തന്നെ മൗദൂദി ചാനലും. ഈ ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വാർത്ത പൊടുന്നനെ പുറത്തേക്ക് വിടുകയാണ്. വാർത്ത എങ്ങനെയാണ്? നിലമ്പൂരിൽ PV അൻവർ മത്സരിക്കാൻ സാധ്യത എന്ന്. അങ്ങനെ PV അൻവർ മത്സരിക്കാൻ സാധ്യത എന്ന് കേട്ടപ്പോൾ തന്നെ UDF കയറി പിടിക്കും എന്ന് വിചാരിച്ചു. UDF ആകട്ടെ PV അൻവറിന്റെ ഇത്തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളതിനാൽ അവർ മൈൻഡ് ചെയ്തില്ല. പിന്നീട് ഇന്നലെ ഹസൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമങ്ങളെ കാണുമ്പോൾ UDF ഉടനെ എങ്ങാനും PV അൻവറിനെ എടുക്കുമോ എന്ന് ഈ PV അൻവറിനെ സിംഗടികൾ ചോദിക്കുമ്പോഴും അദ്ദേഹം ഒരു ഉത്തരം നൽകുന്നേയില്ല. മാത്രവുമല്ല PV അൻവർ പറയുന്നു, ഞാൻ പ്രതിപക്ഷത്തിനൊപ്പമാണ്, ഞാൻ പ്രതിപക്ഷത്തിലാണ്, ഞാൻ UDFനൊപ്പമാണ് എന്ന് PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. PV അൻവറിന്റെ UDFനോടുള്ള ചോദ്യവും ഈ പറയുന്നത് പോലെ എന്നെ എപ്പോ എടുക്കും എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ സത്യത്തിൽ ഓർമ്മയിലേക്ക് വരുന്നത് പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ പഞ്ചാബി ഹൗസിൽ കൊണ്ടുപോയി നമ്മുടെ ദിലീപിനെയും അതുപോലെ തന്നെ ഹരിശ്രീ അശോകനെയും കൊച്ചിൻ ഹനീഫ നിർത്താൻ പോകുമ്പോൾ ഈ ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫയോട് ചോദിക്കുന്നുണ്ട്, മുതലാളി ഇനി എപ്പോ വരുമെന്ന്. അപ്പോ മുതലാളി പറയും, ഞാൻ 1-ാം തീയതി വരുമെന്ന്. ഏത് 1-ാം തീയതി എന്ന് ചോദിക്കുമ്പോൾ എല്ലാ മാസം 1-ാം തീയതി ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിൻ ഹനീഫ നടന്നു നീങ്ങുന്നതും പിന്നീട് അദ്ദേഹം ഇങ്ങനെ ചിരിച്ച് നടന്നു നീങ്ങുന്ന കാഴ്ചയൊക്കെ കാണാം. സത്യത്തിൽ ഈ ഒരു സമീപനം, ഈ കൊച്ചിൻ ഹനീഫ സ്വീകരിക്കുന്ന സമീപനമാണ് സത്യത്തിൽ UDFും സ്വീകരിക്കുന്നത്. അതെല്ലാം കേട്ട് രമണനെ പോലെ നമ്മുടെ അൻവർ ഇങ്ങനെ സന്തോഷിച്ചിരിക്കും. എന്തായാലും രമണൻ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇപ്പോ PV അൻവർ രമണൻ ഇങ്ങനെ അലക്കി വെളുപ്പിച്ച് ഷൂകൾ തേച്ച് അങ്ങനെ UDFനെ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇതിന്റെ ക്ലൈമാക്സ് എന്താകുമെന്ന് നമുക്ക് തന്നെ നന്നായി അറിയാം. തൃണമൂൽ കോൺഗ്രസിനെ എടുക്കേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിക്കുകയാണ് UDF. തൃണമൂൽ കോൺഗ്രസ് ഈ പറയുന്ന പോലെ രാഹുൽ ഗാന്ധിയെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവിനെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് നന്നാവില്ല എന്ന് വിലയിരുത്തുന്നവരാണ് UDFൽ അധികവും. അപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ PV അൻവറിനെ പൊക്കിയെടുത്ത് PV അൻവറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വാഭാവികമായും വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലെ ജനങ്ങൾ തന്നെ സതീശനോടും സംഘത്തിനോടും ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മിസ്റ്റർ സതീശൻ, നിങ്ങൾക്കെതിരെ 150 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചത് ഈ PV അൻവറല്ലേ എന്ന്. നിങ്ങൾ ഇവരെ പിന്തുണയ്ക്കുമ്പോൾ PV അൻവർ പറയുന്നതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾ ഇന്ന് പറയുമ്പോൾ അന്ന് നിങ്ങളെപ്പറ്റി, സതീശനെ പറ്റി PV അൻവർ പറഞ്ഞതൊക്കെ സത്യമല്ലേ, അത് നിങ്ങൾ അംഗീകരിക്കുകയല്ലേ എന്ന് ഞങ്ങൾ പറഞ്ഞാൽ തിരസ്കരിക്കാൻ പറ്റുമോ എന്ന മറുചോദ്യം വന്നാൽ സതീശനും സംഘവും പെട്ടുപോകും. അതുകൊണ്ട് ഇതിപ്പോൾ എടുത്ത് തലയിൽ വെക്കേണ്ടതില്ല
എന്ന് തന്നെയാണ് കോൺഗ്രസുകാർ പറയുന്നത്. മാത്രവുമല്ല, PV അൻവർ ചില പുതിയ തന്ത്രങ്ങളുമായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ആ തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസിനകത്ത് ഒരു പൊട്ടിത്തെറി ഉണ്ടാക്കുക. ആ പൊട്ടിത്തെറി ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നന്നായി തന്നെ PV അൻവറിന് അറിയാം. താൻ ആരെ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും പിന്തുണയ്ക്കും എന്ന് പറയുമ്പോഴും അയാൾ കളിക്കുന്ന ചില തന്ത്രപരമായിട്ടുള്ള കളികളുണ്ട്. അത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള കളികൾ LDF-ന് അകത്ത് ഉള്ളപ്പോൾ നടക്കാതെ പോയത്, പക്ഷെ UDF-നകത്തേക്ക് കയറാൻ ശ്രമം നടത്തുമ്പോൾ അത് നടക്കും എന്ന ഉറപ്പ് എന്തായാലും PV അൻവറിനുണ്ട്. കാരണം പെട്ടെന്ന് തെറ്റിദ്ധരിപ്പിക്കാനും പെട്ടെന്ന് കുഴിയിൽ വീഴ്ത്താനും ഒക്കെ പറ്റുന്ന ആളുകളാണ് നിലവിൽ ഈ പറയുന്നത് പോലെ UDF-ലുള്ളത് എന്ന് നന്നായി അറിയാം. പക്ഷെ അങ്ങനെ പെട്ടെന്ന് LDF-കാരെ കുഴിയിൽ ചാടിക്കാൻ പറ്റില്ല എന്നും PV അൻവറിന് അറിയാം. അതുകൊണ്ട് എന്താണ് അദ്ദേഹം കളിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ അജണ്ട നടപ്പിലാക്കിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു. അതായത് നിലമ്പൂരിലെ ഒരു യഥാർത്ഥ ഒരു ശക്തി അത് താനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ആര്യാട മുഹമ്മദിനെ UDF സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമം നടത്തുമ്പോൾ വേണ്ട VS ജോയെ മതി എന്ന് പറഞ്ഞുകൊണ്ട് തിരികൊളുത്തുന്നു. അല്ലെങ്കിലും രണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ എക്കാലത്തും UDF-ൽ വലിയ പൊട്ടിത്തെറികൾ സംഭവിക്കാറുണ്ട്. സ്വാഭാവികമായും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ അങ്ങനെ രണ്ടുപേരുകൾ ഉയർന്നു വരാനുള്ള സാധ്യതയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് പൊട്ടിത്തെറികൾ കോൺഗ്രസിനകത്ത് ഉണ്ടാകാറുള്ളതും അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്ന് നിരവധി ആളുകൾ പല പാർട്ടികളിലേക്ക് പോകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോ നേരത്തെ തന്നെ PV അൻവർ തിരികൊളുത്തി എന്നുള്ളതാണ്. അങ്ങനെ തിരികൊളുത്തിക്കൊണ്ട് PV അൻവർ കളിച്ച കളി നല്ല രീതിയിൽ തന്നെ അവിടെ UDF-ന് ദോഷം ചെയ്തിട്ടുമുണ്ട്. ആര്യാടനെ നിർത്തണമെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ആര്യാടനെ വേണ്ട VS ജോയെ മതി എന്ന PV അൻവർ പറയുമ്പോൾ മൂന്നാമതൊരാളെ നിർത്തുന്നതല്ലേ നല്ലത് എന്ന ചോദ്യങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെ ഉയർന്നു വന്നതോടുകൂടി തന്നെ നിരവധി ആളുകൾ ഇപ്പോൾ ഞങ്ങൾക്കും സ്ഥാനാർത്ഥിയാകണമെന്ന് പറഞ്ഞ് രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് UDF-ന് സത്യത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് സ്ഥാനാർത്ഥിയുടെ പേര് പറയും എന്ന വല്ലാത്ത അങ്കലാപ്പിലാണ് നമ്മുടെ UDF ഉള്ളത്. മാധ്യമങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും UDF-ന്റെ സ്ഥാനാർത്ഥികൾ ഇന്ന ആളുകളാണെന്ന് പറഞ്ഞ് പല ആളുകളുടെ പേരുകളും പറയുന്ന അവസ്ഥ. അങ്ങനെ പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത് ആരാണ്? അതായത് PV അൻവർ ആണ്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഓരോ നേതാക്കളും പറയുകയാണല്ലോ എനിക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മാധ്യമധർമ്മം അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. അത് കാണുമ്പോൾ സതീശനെ പോലുള്ള ആളുകളൊക്കെ ഞങ്ങളെ മാത്രം കടന്നാക്രമിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വല്ലാത്ത രീതിയിൽ സങ്കടം ഇങ്ങനെ പറയുകയാണ്. എന്തു പറയാനാണ്? നിലമ്പൂരിലെ യഥാർത്ഥ ഒരു രാഷ്ട്രീയ ചിത്രം എടുത്തു നോക്കിയാൽ അവിടെ ആർക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് എടുത്തു നോക്കിയാൽ നമുക്ക് ഒരൊറ്റ വാക്കിൽ പറയാൻ കഴിയുമല്ലോ അവിടെ ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണെന്ന്. അവിടെ എങ്ങനെയാണ് ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിച്ചത്? ഒരു ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ജയിച്ചത് സഖാക്കൾ അവിടെ നടത്തിയിട്ടുള്ള പല രീതിയിലുള്ള പല പ്രവർത്തനങ്ങളെ തുടർന്നാണ്. LDF-ൽ നിന്ന് PV അൻവറിനെ എങ്ങനെയാണ് ചവിട്ടി പുറത്താക്കിയത്? LDF-ലെ ഒരു ഏത് MLA ആണെങ്കിലും ആദ്യമായിട്ട് MLA ആകുന്ന വ്യക്തിയാണെങ്കിലും ആ MLA ജയിപ്പിച്ചുവിട്ട ജനങ്ങൾക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കണമെന്നും അതുപോലെ തന്നെ ആ നാട്ടിലെ ജനങ്ങളോട് രാഷ്ട്രീയം പോലും നോക്കാതെ ഇടപെടണമെന്നും അതുപോലെ തന്നെ ആ നാടിന്റെ എല്ലാ രീതിയിലുള്ള വികസനങ്ങൾക്കും അയാൾ ഈ പറയുന്നത് പോലെ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഒക്കെ വാശിയുള്ള ഒരു പക്ഷമാണ് ഇടതുപക്ഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിന് വിരുദ്ധമായി ആര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു താക്കീത് നൽകും. പക്ഷേ PV അൻവർ ആകട്ടെ അവിടെ MLA ആയ ശേഷം നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു MLA എന്ന നിലയിൽ യാതൊരു പ്രതിബദ്ധതയും ജനങ്ങളോട് കാണിക്കാതെ ഒരു വല്ലാത്ത രീതിയിൽ അദ്ദേഹം എന്താ പറയാ ഈ ഒരു ജയിപ്പിച്ചുവിട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് മാറുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് PV അൻവറിനെ വിലക്കുന്ന സാഹചര്യം LDF-ൽ നിന്നുണ്ടാകുന്നത്. അങ്ങനെ LDF-ൽ നിന്ന് ഒരു വിലക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ PV അൻവറിന് മനസ്സിലായി LDF ചവിട്ടി പുറത്താക്കുമെന്ന്. പിന്നീട് അദ്ദേഹം നടത്തിയ ശ്രമം എന്താണ്? മറ്റൊരു പാളയത്തിലേക്ക് കയറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭരണപക്ഷത്തിരുന്നുകൊണ്ട് കടന്നാക്രമണം നടത്തുകയാണെങ്കിൽ കൂടുതൽ UDF-ലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ PV അൻവർ LDF-ൽ നിന്നുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിക്കെതിരെ പല വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതെല്ലാം പൊടുന്നനെ പൊട്ടിത്തകർന്നു വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവസാനം LDF ചവിട്ടി പുറത്താക്കി. LDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കിയ ഈ PV അൻവറിനെ ഇന്നും UDF ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. സത്യത്തിൽ PV അൻവറെ നിങ്ങളെ കുറിച്ച് ഈ നാട്ടിലെ ജനങ്ങൾ ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആ പഴയ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച പാഠപുസ്തകത്തിലെ ആ കഥയായിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.